എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ അയാൾ എന്നെ തൊട്ടിട്ടുണ്ട്. ഇത് പറയുന്നത് ഒരു പുരുഷനാണ്. പരാതി ഉന്നയിക്കുന്നത് ഒരു പുരുഷനെതിരെയും. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ബിഗ് ബോസിലെ ഇത്തരത്തിലുള്ള ചില കണ്ടന്റുകളാണ്. അതായത് സാധാരണഗതിയിൽ പീഡന പരാതികൾ പലപ്പോഴും ഒരു സ്ത്രീയാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ LGBTQ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നു, അല്ലെങ്കിൽ അവരും നമ്മളിൽ ഒരാളാണ് എന്ന് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഇത്തരത്തിൽ ഷാനവാസ് എന്ന് പറയുന്നത് മലയാളി പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് സീരിയലൊക്കെ കാണുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളാണ് ഇപ്പോൾ ബിഗ് ബോസ് പോലുള്ള ഏറ്റവും വലിയൊരു ഷോയിൽ നിന്ന് പറയുന്നത് ആ ഷോയിലുള്ള മറ്റൊരു പുരുഷൻ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ തൊടുകയും അങ്ങനെയുള്ള രീതിയിൽ തന്നോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്, തനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് ഷാനവാസ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഒരു നിസാരമായിട്ടുള്ള ഗെയിം പ്ലാൻ ആയിട്ട് മാത്രം കാണാൻ പറ്റില്ല. അതായത് ഇവിടെ നമുക്ക് ചോദിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഉത്തരം കിട്ടേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് സ്ത്രീയും പുരുഷനും മാത്രം ഉള്ള ആ ഒരു ലൈംഗികത മാത്രമാണോ ഇവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്, അത് മാത്രമാണോ ശരി എന്നുള്ളത്? എന്താണ് ഈ ഒരു വിഷയത്തിൽ അനിതയ്ക്ക് തോന്നുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു അടുത്ത കാലത്തായിട്ടായിരിക്കും ഇത്തരത്തിലൊരു സുവർഗരതി എന്ന രീതിക്കുള്ള കുറച്ച്, അതായത് പരസ്പരം ആണിനും തമ്മിലും പെണ്ണിനും തമ്മിൽ അട്രാക്ഷൻ തോന്നുക, അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തുടർച്ചയായി ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്. ഇപ്പോൾ കേരള സമൂഹത്തെ ഒരു ഞെട്ടിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഒരു 16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. അതും ഇത്തരത്തിലൊരു ആപ്പ് വഴി, അതായത് ഒരു ഡേറ്റിംഗ് ആപ്പ്, ഗേ ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെട്ടുകൊണ്ട് 23കാരൻ മുതൽ 64കാരൻ വരെ ഇത്തരത്തിൽ നിരന്തരമായി പീഡനത്തിന് ഇരയാക്കി എന്നൊരു വാർത്തയാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതും ഈ ഒരു വിഷയം പുറത്തു വന്നത് ഈ വിദ്യാർത്ഥിയുടെ അമ്മ വീട്ടിലെത്തുമ്പോൾ ഇത്തരത്തിൽ മറ്റൊരു യുവാവ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ്, അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കുന്നു, തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെട്ടതാണ്, തുടർന്നാണ് ഈ യുവാവ് അവിടേക്ക് എത്തിയത് എന്നൊക്കെ അറിയുന്നത്. നിരന്തരമായി 2 വർഷത്തോളമാണ് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. പലയിടത്ത് വെച്ചും, അതായത് ആ ജില്ലയിൽ പല ഇടങ്ങളിൽ കൊണ്ടുപോയി ആ ഒരു 16കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇതിപ്പോ പറയുന്നത് ഒരു ആൺകുട്ടിക്കെതിരെ ഒരു പ്രകൃതി വിരുദ്ധ പീഡനം, അഥവാ ഒരു ആൺകുട്ടി മറ്റൊരു കുട്ടിയോ അല്ലെങ്കിൽ ആണുങ്ങളോ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളൊരു വിഷയമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലധികം പീഡന റേഷ്യോ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അടക്കം വലിയൊരു പദ്ധതിയൊക്കെ കൊണ്ടുവരികയുണ്ടായി. അതായത് എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ അധ്യാപകരെ അടക്കം ഏൽപ്പിക്കുന്നൊരു സംഭവം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും പലയിടങ്ങളിലും ഉണ്ടായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു പെൺകുട്ടിയെ എങ്ങനെ തൊടണം, എങ്ങനെ തൊടാതിരിക്കണം എന്നതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയൊരു തോൽവി അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ആൺകുട്ടിയാണെങ്കിലും അവരെയും ആണോ പെണ്ണോ ആയിക്കോട്ടെ അവരെയും തൊടുന്ന രീതി ശരിയല്ല എങ്കിൽ അത് മനസ്സിലാക്കാനുള്ളത് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം വർഷങ്ങളോളം ഈ കുട്ടിയെ ഇത്തരത്തിൽ ഇവര് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല താൻ ഉപയോഗിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ തനിക്കെതിരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. പിന്നെ ഈ അവസരങ്ങളൊക്കെ മുതലെടുക്കാൻ ഇവിടെയുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നും പറയേണ്ടി വരുന്നുണ്ട്. അല്ല, ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഈ ഒരു വിദ്യാർത്ഥിക്ക് 16 വയസ്സ് മാത്രമാണ്. പക്ഷേ ഈ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ഈ ഡേറ്റിംഗ് ആപ്പിൽ 18 വയസ്സ് ആയാൽ മാത്രമേ ഇത്തരത്തിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ 18 വയസ്സായി എന്ന തരത്തിലാണ് ഇത്തരത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇത്തരത്തിൽ അറസ്റ്റിലായപ്പെട്ട 23 വയസ്സുകാരനാണ്. അപ്പൊ ഇത്തരത്തിൽ ആ വിദ്യാർത്ഥിയെ എന്താണ് ഈ ഒരു സംഭവം എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിൽ നിന്ന് ഇതിലോട്ട് വലിച്ചിഴക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള കുട്ടികൾ ഇതിൽ എങ്ങനെയാണ് ആകർഷിക്കപ്പെടുന്നത് എന്നുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് തിരിച്ചറിയാത്ത പലരും ഇത്തരത്തിലൊരു ആകർഷണത്തിൽ വീണു പോയിരിക്കാം. കാരണം ഇത്തരമൊരു ആപ്പുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ താൻ യഥാർത്ഥത്തിൽ എന്താണ് ഫേസ് ചെയ്യുന്നതെന്ന് ഉള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഐഡന്റിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് ചോദിക്കാൻ കഴിയും. തിരിച്ചവിടുന്ന് റെസ്പോണ്ട് ചെയ്യപ്പെടുന്നു.
ആരും തന്നെ ജഡ്ജ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൗതുകം, അല്ലെങ്കിൽ ആ ഡേറ്റിംഗ് ആപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകമൊക്കെ തോന്നും. അതായത് ഇപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിൽ അധികം ആളുകളും ആദ്യം തന്നെ സെർച്ച് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് സ്വയം സെർച്ച് ചെയ്യുന്ന, അല്ല ആണാണോ പെണ്ണാണോ എന്നല്ല, മറ്റ് താൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു വ്യഗ്രത ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ LGBTQ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്നും അത് ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസ്, അതായത് ചേഞ്ചസ് അല്ല, അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസിന്റെ കൂടുതൽ കുറവ് അങ്ങനെയുള്ള സംഭവം കൊണ്ട് വരുന്നതാണ് എന്നുള്ള ഒരു അവയർനെസ് കൂടുതലായിട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ആ ഒരു വിഭാഗം ചെയ്യുന്നത് ഞങ്ങളും നിങ്ങളെപ്പോലെ സാധാരണപ്പെട്ട ഒരു മനുഷ്യരാണ് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ട് ഈ വിഷയത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാക്കുന്നതൊക്കെ. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് സംസാരിച്ച് വന്നതിന്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു വിഭാഗം വളർന്നു വരുന്ന ആളുകൾക്ക് അവരുടെ സ്വത്വത്തിൽ ഒരു സംശയം ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കുട്ടികൾ താൻ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റു വിദ്യാർത്ഥികളോട് ലൈംഗികപരമായിട്ടുള്ള ചേഷ്ടകളിലും ഒക്കെ ചെയ്ത് അങ്ങനെ ഓരോന്ന് അവര് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം അത് ഒരു വലിയൊരു ഒരു നെഗറ്റീവ് സൈഡാണ് ഇതിൻ്റെ. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ LGBTQ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീനെ മാറ്റി നിർത്തണം എന്നൊന്നും ഒരിക്കലും പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവരും നമ്മളെപ്പോലെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവർ ഒരിക്കലും അവരുടെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ആകുന്നത്. അവരെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അങ്ങനെയാണ് എന്നത് അവർ മനസ്സിലാക്കുമ്പോഴാണ് അവർ ഇപ്പം ആണാണെങ്കിൽ പെണ്ണാണ് എന്ന് മനസ്സിലാകുമ്പോൾ പെണ്ണാവാനുള്ള സർജറി ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിൽ സ്വത്വം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തിന്റെ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള ചില ഡേറ്റിംഗ് ആപ്പുകൾ മുതലെടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ഫോണിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ സുലഭമായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകൾ കൂടെ പ്രത്യേകിച്ച് ID ഒന്നും മുഖമൊന്നും വ്യക്തമാക്കാണ്ട് ഒരു അക്കൗണ്ട് എടുക്കുക എന്ന് കൂടെ പറയുമ്പോൾ ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ വിഷയം പറഞ്ഞപ്പോൾ നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഈ ഗേ ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെട്ടിട്ട് ഇത്തരത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു യുവാവിനെ എത്തിക്കുന്നു. തുടർന്ന് കാറിനുള്ളിൽ വെച്ച് ഇവർ പരസ്പരം ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നു. ഇതിനിടയ്ക്ക് വഴിയിൽ കൂടെ പോയ ചില യുവാക്കൾ എന്ന വ്യാജേനെ ഈ കാറിനുള്ളിലേക്ക് കയറുന്നു. ആ യുവാവിനെ മർദ്ദിച്ച് മാലയൊക്കെ തട്ടുന്ന സംഭവമൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇവർ 100ഓളം പേരെ ഇത്തരത്തിൽ ട്രാപ്പിലാക്കിയിരുന്നു. അത് ഈ ഒരു ഗേ എന്താ പറയാ സെക്സ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പൊക്കെ അവർ നടത്തി വന്നിരുന്നത്. അപ്പോൾ പലതരം ചൂഷണങ്ങളാണ് ഈ ഒരു ആപ്പ് വഴി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൗമാരക്കാർക്ക് ഇത്തരം ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഒരു അപകടം നിറഞ്ഞ ഒരു അവസ്ഥയാണെന്ന് നമ്മൾ ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെയൊരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ വീണ്ടും ചില കുട്ടികൾക്ക് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള ഒരു വഴിയും കൂടെ ഉണ്ട്. അതായത് ഈ പറയുന്നത് പോലെ ആണായി ജനിച്ചിട്ട് പെണ്ണായിരുന്നു അവരുടെ സ്വത്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സൊസൈറ്റി ഒന്നാമത്തെ കാര്യം ഈ LGBTQ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ അല്ലെങ്കിൽ അവരും നമ്മളെ പോലെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും പലർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇടയിലാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ദുരുപയോഗിച്ചിട്ടും അല്ലാതെയും ഒക്കെ പല കുട്ടികളും ഇങ്ങനെ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായിട്ട് ആ 16 വയസ്സുകാരനെ സ്വന്തം അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ ആരോടും തന്നെ തുറന്നു പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായി. തുറന്നു പറയാൻ പറ്റാത്ത, അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇങ്ങനെയുള്ള ദുരുപയോഗം ചെയ്തുള്ള കാര്യങ്ങൾ കൂടെ പുറത്തു വരുമ്പോഴേ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിനോട്, അതായത് ഇപ്പൊ ഒരു ഗേ എന്നുള്ള ഒരു കൺസെപ്റ്റിനോട് ആളുകൾക്ക് പൊതുവെ ഒരു ദേഷ്യം വരും. ഇപ്പം ജനറ്റിക്കലി അങ്ങനെയുള്ളവരല്ല ഈ ഒരു തെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് അഭിനയിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ അഭിനയിക്കുന്നവർ കാരണം ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള ആളുകളെ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുമ്പം സമൂഹം വീണ്ടും അവരെ മാറ്റി നിർത്താനുള്ള ചിന്തയിലേക്ക് വരും. അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പല കുട്ടികൾക്കും മാനസിക സമ്മർദ്ദവും പിന്നീട് ആത്മഹത്യയിലേക്ക് വരെ നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ചർച്ച
ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ബിഗ് ബോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വിഷയം വെച്ച് അടി, അതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നെങ്കിലും ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇങ്ങനെയൊരു വിഭാഗത്തിനുണ്ടാകുന്ന ഇമ്പോർട്ടൻസ്, അവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ, അവർ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ. നമ്മൾ ഒരിക്കലും അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഇത്തരം ഒരു വിഭാഗക്കാരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് പക്ഷെ ശരിക്കും തോന്നിയത് ഇങ്ങനെയുള്ള വിഭാഗക്കാരുടെ ഒരു ദേഷ്യം തോന്നാൻ കാരണം പലരും ഞാൻ ഇതുപോലെ ഒരു ഗേ ആണ് എന്ന് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നടക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറുപ്പുളവാക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷെ എന്ത് ചെയ്യും, ഒരു 100% സ്ത്രീകളിൽ ഒരു 20% സ്ത്രീകളെങ്കിലും ആ അവകാശങ്ങളെ ദുരുപയോഗം ചെയ്തിട്ട് പുരുഷന്മാരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് എന്തായി, സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ അവകാശങ്ങൾ അത് ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ട് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം മറ്റൊരു സ്വത്വത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അവർ സ്വന്തം സ്വത്വം മറച്ചു വെക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പല സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയോ പേരുണ്ട് ഇതുപോലെ. ഇപ്പം ആണാണ് പക്ഷെ പെണ്ണായിട്ട് ജീവിക്കുന്നത് എത്രയോ പേരുണ്ട്. പക്ഷെ അതിൽ പകുതി ആളുകളുടെയും പ്രശ്നം ഇതാണ്, അവര് അഭിനയിക്കാന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട്. ആ തോന്നലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനൊരു വിരോധം പലരിലും ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയം നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതില്ല. ഇപ്പോൾ ഷാനവാസ് പറയുന്നത് പോലെ, ഷാനവാസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. നെവിൻ ആണെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഫാഷൻ ഡിസൈനർ എന്ന് പറയുമ്പോൾ അയാൾക്കും ഒരുപാട് ഒരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. പക്ഷേ അവർ രണ്ടുപേരിലുള്ള തർക്കം എന്നതിനേക്കാൾ ഉപരി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു ആൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആ കുട്ടിക്ക് ആ വിഷയം എങ്ങനെയാണ് അത് തെറ്റാണെന്ന് മനസ്സിലാകേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ കുട്ടികളോട് ഒരു തുറന്ന് ആത്മാർത്ഥമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വഴി ഒരുക്കണം. കാരണം അവരുടെ ഓൺലൈൻ ലോകം എന്താണെന്ന് മനസ്സിലാക്കി സുരക്ഷിതമായ ഒരു വഴിയിലേക്ക് അവരെ നടത്തുവാൻ ശ്രമിക്കുക. ഒരു തെറ്റായ ഒരു ആപ്പ് വഴി ഒരു തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ചതിക്കുഴിയിലേക്ക് വീഴുന്നു, ഒരു സംശയം ചോദിക്കുന്നു, തുടർന്ന് അതിനെക്കുറിച്ച് ഒരു ട്രാപ്പ് ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു പീഡനമൊക്കെ അരങ്ങേറുന്നു. വലിയൊരു വില തന്നെ അതിന് കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും എന്താണ് ആരോഗ്യകരമായ ഒരു സംഭാഷണം മാതാപിതാക്കളും അധ്യാപകരും തമ്മിൽ ഈ ഒരു വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മക്കളുമായി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ നമ്മൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക.